പ്രണയസാഗരം അധ്യായം 14. അളിയ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയൊന്നും കരുതി പറഞ്ഞതുമല്ല. ഞാനങ്ങനെ ഒന്നും ആലോചിക്കാതെ ഒന്നും പറയില്ലെന്ന് അളിയനറിയാലോ. അതെ മെഹ്റു, എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഞാനും അങ്ങനെയൊന്നും തീരുമാനിച്ചു. കുറേ ആയിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അളിയൻ ഈ കാര്യം സുറുമിയോട് പറഞ്ഞിരുന്നോ? അവൾക്ക് സമ്മതമാണോ? അതിന് ഞാൻ സുറുമിയെയാണ് താലി കെട്ടിയത്. സുറുമി എന്നെ അല്ലല്ലോ. ഞാൻ തീരുമാനിക്കും, അവൾ അനുസരിക്കും. അതല്ല, മറിച്ചൊരു തീരുമാനമാണെങ്കിൽ അവളിവിടെ നിൽക്കട്ടെ, ഞാൻ മാറിക്കോളാം. അതല്ലേ അതിൻ്റെ ഒരു ഇത്? അതല്ല, അളിയൻ പറഞ്ഞത് തന്നെയാണ് ശരി. ഇപ്പോൾ തന്നെ മെഹ്റുവിന് സ്ത്രീധനം ചോദിക്കാൻ മടിയാണ്. നിന്റെ ഈഗോ അതിന് സമ്മതിക്കില്ല. എൻ്റെ ഈഗോ അല്ല അളിയ. ഒരു കൂട്ടം സഖാക്കളുടെ കൂട്ടത്തിൽ മുഷ്ടി വാനിലുയർത്തി ഞങ്ങളൊരു പ്രതിജ്ഞ ചെയ്യാറുണ്ട്. ഞങ്ങൾ സ്ത്രീധനം വാങ്ങാറും കൊടുക്കാറുമില്ലെന്ന്. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എതിരാണ്. എനിക്ക് ആ വാക്ക് തെറ്റിക്കാനാവില്ലല്ലോ. ആര് പറഞ്ഞു തന്നോട് സ്ത്രീധനം എന്ന് പറഞ്ഞു വാങ്ങാൻ? അളിയ, ആരും സ്ത്രീധനമായിട്ട് വാങ്ങാറില്ല. നിങ്ങളുടെ കുട്ടിക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം എന്ന് മാത്രമേ പറയാറുള്ളൂ. പിന്നെ കിട്ടുന്നത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് കെട്ടിയവന്മാരാണ്. അതിന് ആദ്യം കെട്ടാൻ പോകുന്ന പെണ്ണുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അവിടെയാണ് കളി. അളിയൻ പറഞ്ഞ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അതിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. ആ മോനെ മെഹ്റു, ഇനിയും സമയം വൈകിട്ടൊന്നുമില്ല. നന്നായി നീയൊന്ന് ആലോചിക്ക്. നീ നേരിട്ട് ചതിക്കൊന്നും വേണ്ട. അളിയനോടൊന്ന് പറഞ്ഞാൽ മതി. എല്ലാം അളിയാൻ റെഡിയാക്കോടാ. ഇനി കല്യാണത്തിനൊക്കെ എമ്മാതിരി ചിലവാണെന്നറിയോ? കടം വേണോ, കുട പിടിക്കാൻ വേണോ എന്ന് അളിയൻ ഇരുത്തി ഒന്ന് ആലോചിക്കുക. ലൈഫല്ലേ. റൂമിൽ നിന്നും റഫീഖ് ഒന്ന് ഊറിച്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അടുക്കളയിൽ നിന്നും കൊതിപ്പിക്കുന്ന പഴംപൊരിയുടെ ഗന്ധം മൂക്കിൽ തുളച്ചു കയറുന്നുണ്ടായിരുന്നു. പതിയെ മെഹ്റു അടുക്കളയിലേക്ക് നടന്നു. അവിടെ സുറുമി പഴം പൊരിച്ചു കൊണ്ടിരിക്കുകയാണ്. പതിയെ ചൂടോടെ ഒരെണ്ണം എടുത്ത് കടിച്ചു. എടി സുറുമി, അളിയൻ നിന്നോട് വല്ലതും പറഞ്ഞോ? എന്തു പറയാൻ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു 25 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. അതിനൊരു 50 ലക്ഷം രൂപ വിലയാണ്. അത് മറിച്ചു വിറ്റാൽ ഇരട്ടി വിലയാണ് എന്നും അതിന് ഞാൻ സ്ത്രീധനം വാങ്ങണമെന്നും, എന്നിട്ട് അതൊന്നും മറിക്കാൻ. എൻ്റെ പടച്ചോനെ, എന്നിട്ട് നീ എന്തു പറഞ്ഞ്? നടക്കൂലെന്ന്. എന്നിട്ടോ? അളിയൻ താമസം മാറുകയാണ്. ഇനി ഇവിടെ നിന്നാൽ കളിയാക്കി തുടങ്ങി. അച്ചി വീട്ടിൽ പരമസുഖമെന്ന് ആൾക്കാർ പറയുന്നൊക്കെ. താമസം മാറിക്കോട്ടെ. ഇപ്പോൾ രഹസ്യമായി പുള്ളി ചെറുതായി മദ്യപാനം കൂടി സ്വന്തമായിട്ടുണ്ട്. സ്വന്തമായിട്ടൊരു താമസമൊക്കെ ആയാൽ അത് കുറച്ചുകൂടി സ്വന്തം ഇഷ്ടത്തിനാക്കാലോ. എടി, മദ്യപിച്ചാൽ പുള്ളി നിന്നെ ഉപദ്രവിക്കുമോ? ഉപദ്രവം പിന്നെയും സഹിക്കാൻ മാറും. പരം കണ്ണ് പൊട്ടുന്ന തെറിയാണ്. കുട്ടികളില്ലാത്തതിൻ്റെ മുഴുവൻ ദേഷ്യവും അപ്പോൾ തീർക്കും എൻ്റെ മേളിൽ. പക്ഷെ രാവിലെ അതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞ് ഓർമ്മിപ്പിച്ചാൽ കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങും. എന്താടി താത്ത, ഞാൻ ചെയ്യേണ്ടത് ആകെ ഒരു ധർമ്മസങ്കടത്തിലായിട്ടല്ലോ. നീ ഒന്നും ചെയ്യണ്ട. വേറെ താമസത്തിന് പോകുന്നെങ്കിൽ പോട്ടെ. ആർക്ക് പോയി? എന്നെ ഇവിടുന്ന് കെട്ടിച്ചു വിടുമ്പോൾ നമ്മളെ ഉപ്പ കൊടുത്തത് 80 പവനാണ്. പുതിയ ബിസിനസ് ചെയ്യാനും പുതിയ ഐഡിയ ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാൻ മൂപ്പരുടെ കൂടി അന്ന് മുതൽ എൻ്റെ ഓരോ ആഭരണങ്ങളും ബാങ്കിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയതാണ്. ഇതുവരെ പിന്നെ ഞാനത് കണ്ടിട്ട് പോലില്ല. എൻ്റെ കഴുത്തിലെ താലി പോലും എത്ര കൊതിയോടെയാണ് വാങ്ങിയതാണ് അതൊക്കെ. എനിക്കിട്ടിട്ട് കൊതി പോലും തീർന്നിട്ടില്ല. അതുകൊണ്ട് നിൻ്റെ പെണ്ണിൻ്റെ സ്ത്രീധനം കണ്ടുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും എൻ്റെ കുട്ടി കൂട്ട് നിൽക്കണ്ട. ഇല്ലേ താത്ത, ഞാൻ തീർത്തും പറഞ്ഞു. ഇത്താത്ത, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് ഡോക്ടർ പറഞ്ഞത്? എടാ, ദത്ത് പരിപാടിയൊന്നും നടക്കില്ല. കാരണം രണ്ടാൾക്കും ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട്. പിന്നെ ടെൻഷനും ബേജാറും കൊണ്ടൊന്നും കാര്യമില്ല. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. എല്ലാം പടച്ചോൻ്റെ കയ്യിലല്ലേ. പതിയെ ഒരു പഴംപൊരി കൂടി കൈക്കലാക്കി റൂമിലെത്തിയപ്പോൾ ഫോണിൽ ഒരു 3-4 മിസ് കോൾ ഉണ്ടായിരുന്നു. നൂറയായിരുന്നു ഫോണിൽ. തിരിച്ചു വിളിച്ചപ്പോൾ ഫോണെടുത്തു. നൂറ, എന്താടി? എടാ, എല്ലാം വളരെ പെട്ടെന്നാണല്ലോ. എന്താടേ?
എടാ നാളെ ഉച്ച കഴിഞ്ഞിട്ട് എന്നെ കാണാൻ നിൻ്റെ വീട്ടിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വണ്ടി കയറിക്കൊള്ളാൻ വീട്ടിൽ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട്. എടി ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. അതെ, നമുക്കൊരുമിച്ച് പോയാലോ? എങ്ങോട്ട്? എൻ്റെ വീട്ടിലേക്കോ? അല്ലടി, നിൻ്റെ നാട് വരെ. എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും ഒരു ലോഡ്ജിൽ സ്റ്റേ ചെയ്യുന്നു, തിരിച്ച് ഞാനും നീയും ഒരുമിച്ച് തിരിച്ചു വരുന്നു. ഐഡിയ കൊള്ളാം. എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. പക്ഷെ നീ എങ്ങനെ ഇറങ്ങും മെഹ്റു? അതെന്തെങ്കിലും സെമിനാറിൻ്റെ പേരിൽ ഞാൻ ചാടും. എന്തായാലും അവർ നിന്നെ ഇങ്ങോട്ട് കാണാൻ വരുന്നത് പറയുന്നതിന് മുമ്പ് എൻ്റെ സെമിനാറിൻ്റെ കാര്യം പറയട്ടെ, ഇല്ലെങ്കിൽ സംശയം തോന്നും. ഓക്കെ, നീ നോക്കിയിട്ട് വിളിക്കും മെഹ്റു. ഫോൺ കട്ട് ചെയ്ത് താഴേക്ക് പോയപ്പോൾ ഹാളിൽ ഒരു വട്ടമേശ സമ്മേളനം. ഉപ്പ മെഹ്റുവിനെ കണ്ടതും അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എടാ മെഹ്റു, എന്താ ഉപ്പ? നാളെ ഞങ്ങൾ കുറച്ച് പേര് അവരുടെ വീട് കാണാൻ പോകുന്നുണ്ട്. ഉപ്പ, നാളെ ഞാനിവിടെ ഉണ്ടാവില്ല. ഇന്ന് രാത്രി പോവും. തൃശ്ശൂർ ഒരു പരിപാടിയുണ്ട്. കോഴിക്കോട് നിന്ന് ട്രെയിനിന് പോകണം. നാളെ രാവിലെ നമ്മുടെ കൂടെ വന്നാൽ നിനക്ക് അവിടെ ഇറങ്ങിക്കൂടെ മെഹ്റു? എന്തിനാ ഇന്ന് തന്നെ പോകുന്നത്? അല്ലപ്പാ, ചങ്ങായിമാരുമുണ്ട്. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോയതല്ലേ. അല്ല, ഓളും വരുന്നുണ്ടോ സെമിനാറിന്? നമ്മളിവിടുന്ന് പോയിട്ട് വെറുതെ ആവുമോ? ഏയ്, ഓള് ജൂനിയർ അല്ലേ, ഓൾക്ക് സെമിനാറില്ല. നീ ഓളെ വിളിച്ചൊന്ന് നോക്കട്ടെ. മെഹ്റു വിറച്ച് കോളമർത്തി ചെവിയോട് അടുപ്പിച്ചു. അപ്പുറത്തുനിന്നും അവൾ കോളെടുത്തു. ഹലോ നൂറ, നിനക്ക് സെമിനാറുണ്ടോ? എന്ത് സെമിനാർ? നിനക്ക് വട്ടായിപ്പോയോ? ഇങ്ങ് കൊണ്ട, ഞാൻ സംസാരിക്കാം. ഉപ്പ ഫോൺ മേടിച്ചു. മോളെ, ഇത് ഉപ്പയാണ്. അസ്സലാമു അലൈക്കും ഉപ്പ. വലൈക്കും അസ്സലാം. മോളെ, നിന്നെ കാണാൻ ഞങ്ങൾ നാളെ കുറച്ച് പേര് വരുന്നുണ്ട്. നീ വീട്ടിലുണ്ടാവുമോ? അതോ നിനക്ക് സെമിനാറുണ്ടോ? ഇല്ലപ്പാ, വീട്ടിൽ നിന്നും വിളിച്ചിരുന്നു. ഞാൻ വീട്ടിലുണ്ടാവും. ഇന്ന് രാത്രി ഇവിടുന്ന് പോകും. എങ്ങനെയാണ് പോകുന്നത്? ഇവിടുന്ന് കോഴിക്കോട് ബസ്, പിന്നെ ട്രെയിന്. അപ്പോൾ രാത്രി ആവൂലേ? ഈ ഒരു കാര്യം ചെയ്യ്, മെഹ്റുവിനെ കൂടെ കൂട്ടിക്കോ. നിനക്കൊരു കൂട്ടാവും. ഒറ്റയ്ക്ക് രാത്രി പോണ്ട. നൂറും മെഹ്റുവും സ്തംഭിച്ചു നിന്നു. മോളെ, ഈ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോപ്പാ. ഇവൻ കൂടെ വരുന്നത് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ലപ്പാ. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ മെഹ്റുവിനെ ഒന്ന് നോക്കി. ഇത്ര കാലം കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി ഓടിയില്ലേ, ഇനി കുറച്ച് സ്വന്തം ഭാര്യയ്ക്കും വേണ്ടി ഓടറാ. മെഹ്റു പതിയെ റൂമിലേക്ക് നടന്നു. റൂമിലെ കഥകടച്ച് പെട്ടെന്ന് തന്നെ നൂറയെ വിളിച്ചു. എടി, പെട്ടെന്ന് മാറ്റിക്കോ. എടാ ഉപ്പ എന്ത് പാവമാണെടാ, എനിക്കിഷ്ടമായിട്ടോ. ഇതുവരെ എന്നെ കരുതലോടെ ആരും ചേർത്ത് പിടിച്ചിട്ടില്ല മെഹ്റു. ഇന്ന് ഉപ്പ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആരെയൊക്കെയോ സ്വന്തമായി കിട്ടിയ പോലെ. ഞാൻ മാറ്റാൻ പോകുക, നീ മാറ്റിക്കോ. ശരി പെണ്ണേ. നല്ല വസ്ത്രങ്ങൾ മാറ്റി വസ്ത്രത്തിൽ സുഗന്ധം വിതറി പതിയെ പുറത്തേക്കിറങ്ങുമ്പോൾ ചാരുകസേരയിൽ ഉപ്പ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോട്ടെ. ഞങ്ങൾ അവിടെ ഒന്ന് പോയി വരാം മോനെ. നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അത്യാവശ്യം വേണ്ട ക്യാഷ് ഉണ്ട് ഉപ്പ. ഉടുമുണ്ടിൻ്റെ ഒരു മടക്കിൽ നിന്നും 5-6 500 നോട്ടുകൾ മടക്കി മെഹ്റുവിൻ്റെ കയ്യിൽ കൊടുത്തു. ഭക്ഷണവും വെള്ളമൊക്കെ കഴിക്കണം, അവൾക്കും വാങ്ങി കൊടുക്കണം. ബസ്സിലെ സൈഡ് സീറ്റിൽ തന്നെ മെഹ്റുവും നൂറയും നിലയുറപ്പിച്ചു. തണുത്ത വയനാടൻ കോടമഞ്ഞ് പടർന്നു തുടങ്ങിയിരിക്കുന്നു. പതിയെ അന്തരീക്ഷം തണുത്തു തുടങ്ങിയിരിക്കുന്നു. നൂറ മെഹ്റുവിൻ്റെ നെഞ്ചിലെ ചൂടിലേക്ക് മുഖം മുളിപ്പിച്ചു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. കൈകളിലേക്ക് കൈകൾ കോർത്ത് അവരെങ്ങനെ ഇരിക്കുമ്പോൾ വയനാടൻ മഞ്ഞിലൂടെ വണ്ടി മുക്കിഞ്ഞരങ്ങി യാത്ര തുടങ്ങി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്ന കണ്ടക്ടർ ചേച്ചി അല്പം നാണത്തോടെ 2 ടിക്കറ്റ് മുറിച്ച് മെഹ്റുവിൻ്റെ കൈകളിൽ കൊടുത്തു. മെഹ്റു, നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല കേട്ടോ. എനിക്ക് നിന്നെ വേണം, എനിക്ക് മാത്രം. അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് നിർത്തി. അസഹനീയമായ തണുപ്പ് ഏറി വന്നപ്പോൾ ബസ്സിലെ ഷട്ടറുകൾ വീണു. പതിയെ വെളിച്ചം അണഞ്ഞു. ബസ്സിൽ ഇരുട്ട് പടർന്നു തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ നിശ്വാസം അവളുടെ കവിളുകളിൽ പതിഞ്ഞു. അവൾ അവനെ ഒന്നുകൂടി ഇറുകി പിണർന്നു. അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. അവളുടെ സ്ട്രോബെറി പോലുള്ള ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞെത്തിയിരുന്നു. അവളൊന്ന് നിലച്ചു നിന്നുപോയ നൂറ അവൻ്റെ കഴുത്തിലൂടെ അവനെ കോർത്തു പിടിച്ചു. പതിയെ ബസ്സിൻ്റെ ലൈറ്റ് തെളിഞ്ഞു. നൂറ ഒന്നുകൂടി അവനിൽ ചേർന്നിരുന്നു. കുരുത്തക്കേടുകൾ വേണ്ടാന്ന് കണ്ടക്ടറുടെ സിഗ്നലാണ്. നൂറ ചിരിച്ചുകൊണ്ട് മെഹ്റുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. മെഹ്റു ഒന്നുകൂടി അവളെ ചേർത്ത് പിടിച്ചു. നൂറയുടെ വീട്ടിലെ തീന്മേശകൾ മുഴുവൻ നിറഞ്ഞിരുന്നു. നൂറയെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇത്രയും നല്ല കുട്ടിയെ അവൻ എങ്ങനെ കറക്കിയെടുത്ത്? വന്ന കൂട്ടത്തിലെ പെണ്ണുകൾ പരസ്പരം അടക്കം പറഞ്ഞു. അതിന് ചെക്കനും കാണാൻ അടിപൊളിയല്ലേ, പിന്നെ എന്താണ് കുഴപ്പം? സാമ്പത്തികം പെണ്ണിൻ്റെ വീട്ടിൽ അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണ് വിവാഹ തീയതികൾ? മെഹ്റുവിൻ്റെ ഉപ്പയ്ക്ക് ധൃതി. മെഹ്റുവിൻ്റെ ഉമ്മ നൂറയെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി. ഇൻഷാ അല്ലാ, അത് ഞാൻ അറിയിക്കാം. ഇപ്പോൾ തൽക്കാലം എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കും. ആയിക്കോട്ടെ.
തീയതി ഒന്ന് അറിയിച്ചാൽ അതിനനുസരിച്ച് പള്ളി കമ്മിറ്റിയിൽ പറഞ്ഞു വേണം തീയതി ഉറപ്പിക്കാൻ. മെഹറുവിൻ്റെ ഉപ്പയുടെ മറുപടിയോട് നൂറയുടെ അത്ത അനുകൂലിച്ചു. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഇരുന്നവർ എല്ലാവരും മുഖത്ത് ഭക്ഷണത്തിൻ്റെ രുചിപ്പറമ നിറഞ്ഞു കാണാമായിരുന്നു. റഫീഖ് ഭക്ഷണം പെട്ടെന്ന് കഴിച്ച് എണീറ്റു. വീടും പരിസരവും ആസ്തിയും ഒക്കെ കറങ്ങിക്കണ്ടു. അല്ലേലും എറിയാനറിയുന്നവൻ്റെ കയ്യിൽ വടിയൊടുക്കില്ല എന്ന് പറയുന്നത് നേരെയാണ്. റഫീഖിൻ്റെ ആത്മകഥം കുറച്ച് ഉച്ചത്തിലായിപ്പോയി. അവിടെ കൂടിയവരിൽ കുറച്ചുപേര് റഫീഖിനെ ഒന്ന് നോക്കി ചിരിച്ചു. ഒരു കുട്ട നിറയെ മധുരങ്ങളും മിഠായും അവൾക്കായി പുതിയ വസ്ത്രങ്ങളും കയ്യിലിടാൻ ഒരു കൈച്ചേനും ഒക്കെ മെഹ്റുവിൻ്റെ വീട്ടുകാർ കൊണ്ടുവന്നിരുന്നു. പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് മധുരങ്ങൾ എല്ലാവർക്കും നൽകി ഒരു മാലാഖയെപ്പോലെ അവൾ ആളുകൾക്കിടയിലൂടെ പാറി നടന്നു. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മെഹ്റുവിൻ്റെ ഫോൺ അവൾ എടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. റഫീഖ് പതിയെ മെഹ്റുവിൻ്റെ ഉപ്പാൻ്റെ അരികിലെത്തി. ഉപ്പ, എങ്ങനെയാണപ്പോൾ കാര്യങ്ങൾ? മോനെ, അവർ ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്, അറിയിക്കാം എന്നാണ് പറയുന്നത്. അതല്ലപ്പ, നമ്മുടെ ചെക്കന് വല്ല മെച്ചം ഉണ്ടാവുമോ? ഇഷ്ടം പോലെ സ്വത്തുക്കളിലുള്ളതല്ലേ, അതിന് നമുക്ക് ഡിമാൻഡുകളൊന്നുമില്ലല്ലോ. നമ്മൾ പറഞ്ഞിട്ടുമില്ലല്ലോ മോനെ. കൊള്ളാം, അടിപൊളി. ഉപ്പാക്കും ഇതുവരെ നേരം വെളുത്തിട്ടില്ല അല്ലേ? ഞാൻ ആ ചെക്കനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവന് വലിയ താല്പര്യമില്ല. ഇതിപ്പോൾ ഉപ്പാക്കും വേണ്ട. അവന് നാളേക്ക് വേണ്ടി ഒരു കരുതലിന് വേണ്ടിയാണെന്ന ചിന്തയെങ്കിലും വേണ്ടേ? അത് ശരിയാ മരുമോനെ, സ്വന്തമായി അധ്വാനിച്ച് വേണം നാളേക്കൊരു കരുതലുണ്ടാക്കാൻ, അല്ലാതെ കെട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളുടെ സ്വത്ത് കണ്ടിട്ടല്ല മോനെ. സുറുമിയെ മോന് ഞാൻ കല്യാണം കഴിച്ച് തരുമ്പോൾ 80 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. മോൻ്റെ ഭാവിക്കും അവളുടെ ഭാവിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കും വേണ്ടി ഞങ്ങൾ കരുതി തന്നതാ. എന്നിട്ട് അതൊക്കെ എവിടെ പോയി? കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളുടെ ദേഹത്തുള്ള ആഭരണങ്ങളൊക്കെ മോൻ കണ്ടിട്ടുണ്ടോ? തന്തമാരും തള്ളമാരുമേ ഒക്കെ ഉള്ളത് ഊറ്റിയെടുത്ത് പെൺകുട്ടികൾക്കായി കരുതുന്നതാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ബാങ്കിൽ പണയത്തിന് കയറുന്നത് കാണാം. അധ്വാനിച്ച് കഴിക്കട്ടെ, അധ്വാനിച്ച് സമ്പാദിക്കട്ടെ. അവരുടെ മക്കൾക്ക് അവർ എന്താണ് കൊടുക്കുന്നത് അത് മതി. അതിൽ കൂടുതലൊന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല. റഫീഖെ, മരുമോൻ ഇനി ഇതിനെക്കുറിച്ച് വലിയ വ്യാകുലതയൊന്നും ആവണ്ട കേട്ടോ. ശരിക്കും മുഖത്ത് അടി കിട്ടിയതുപോലെയായിരുന്നു റഫീഖിന്. അല്പം ജാള്യതയോടെ വേറെ ആരും കേട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി അയാൾ തിരക്കുകളിൽ ഊളിയിട്ടു. എല്ലാവർക്കും നൂറയെക്കുറിച്ച് പറയാനേ സമയമുണ്ടായിരുന്നുള്ളൂ. അവളുടെ നിറത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, അവളുടെ മുടിയെക്കുറിച്ച് പലരും പല രീതിയിൽ വർണ്ണിക്കുന്നുണ്ടായിരുന്നു. മടക്കയാത്രയിൽ നൂറയെ ചേർത്ത് പിടിച്ച് യാത്ര പറയാൻ മെഹ്റുവിൻ്റെ ഉപ്പയും ഉമ്മയും മറന്നില്ല. നൂറയുടെ ഫോണിൽ മെഹ്റുവിൻ്റെ കോൾ വരുന്നത് കണ്ട് കുറച്ച് കുടുംബക്കാർ അവളെ നോക്കി ആക്കി ചിരിച്ചു. അവൾ ഫോൺ എടുത്ത് ചെവിയോടടുപ്പിച്ചു. എടാ തെണ്ടി, നീ എന്നെ താട്ടിക്കാൻ തന്നെയാണ് തീരുമാനം അല്ലേ? ദേ പെണ്ണെ, നമ്മുടെ നിക്കാഹിനാണ് ഇന്ന് തീരുമാനമായിരിക്കുന്നത്. ഇനി ബഹുമാനം നല്ലോണം വേണം. ശരി സഖാവേ, അങ്ങനെ ആയിക്കോട്ടെ. നല്ലോണം ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്നെൻ്റെ പെണ്ണ്. ഇന്ന് നിനക്ക് ആ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ട്. മെഹ്റു, ഉമ്മാക്കും സുറുമിക്കും എല്ലാം ഭയങ്കര സ്നേഹമാണല്ലോ. എന്തു പറഞ്ഞു തന്നോട്? ഏയ്, ഭയങ്കര സ്നേഹവും ചേർത്ത് പിടിക്കലും ഒക്കെ. ശരിക്കും എൻ്റെ ലൈഫിൽ ആദ്യമായാണ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ. എന്തോ എനിക്ക് കൊതിയാവുന്നു മെഹ്റു, എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിലെത്താനും നിൻ്റെ പെണ്ണായിട്ട് ജീവിക്കാനും ഒക്കെ. ഇത്രയും എത്തിയില്ല പെണ്ണെ, പിന്നെ എന്താണ്? എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിയില്ലേ? എല്ലാവരും ഇറങ്ങി മാഷേ. നിക്കാഹിൻ്റെ ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. മഹലിലെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം ഡേറ്റ് ഫിക്സ് ചെയ്യാൻ എന്നാണ് പറയുന്നത് കേട്ടത്. ആ, അങ്ങനെ തന്നെയാണ് നൂറ. എന്തായാലും വൈകുന്നേരം നമുക്ക് തിരിച്ച് ചുരം കയറണം. ഇനി നമുക്ക് ആകെയുള്ള കുറച്ച് ദിവസങ്ങളല്ലേ കോളേജിലുള്ളത്. പോകാം മെഹ്റു, ഇന്ന് തന്നെ ഈവനിങ് നമുക്ക് പോകാം. തൻ്റെ കൂടെയാണ് വന്നത് എന്ന് ഇവിടെ അറിഞ്ഞു. ഈവനിങ് നീ തിരിച്ചു പോകും, അവൻ്റെ കൂടെ തിരിച്ചു പോകണം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിൻ്റെ വീട്ടുകാരുടെ നിലപാട്? അവർക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് അവർ കൂടെ നിൽക്കുന്നു. അതാണ് അവരുടെ നിലപാട്. ഓഹോ, അപ്പോൾ അത്ര തൃപ്തിയോടെ അല്ല അല്ലേ? അല്ല. മെഹ്റുവിൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഒക്കെ അവർക്ക് വലിയ ആശങ്കയുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത പോലെ. നിനക്കെന്താണ് തോന്നുന്നത് നൂറ? ഒരു മുങ്ങിക്കപ്പലിലേക്കാണ് താൻ വരുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലടോ. ജീവിതം മുഴുവൻ എന്നെ നോക്കുന്ന ഒരാളായല്ലേ ഞാൻ മെഹ്റുവിനെ കണ്ടത്. ഞാനും അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ എനിക്കും ഒരു ജോലിയൊക്കെ കിട്ടും. ഷെയർ ചെയ്ത് സ്നേഹിച്ച് ജീവിക്കാൻ നല്ലൊരു കൂട്ട്, അത്രയേ ഞാൻ കരുതുന്നുള്ളൂ. താൻ കാര്യങ്ങൾ നിസാരമാക്കുകയാണ് നൂറ. അല്ലടോ, നിസാരമാക്കിയതല്ല, അതിൻ്റെ യാഥാർത്ഥ്യമാണ്. എന്തും താൻ ചെയ്യും വരെ കാത്തിരിക്കുമ്പോഴാണ് ശരിക്കും മാനസിക പ്രശ്നങ്ങൾ. താൻ പോരാ എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. എന്നിട്ട് താൻ ഒരു ജോലിക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. എന്താ പോണ്ടേ? മെഹ്റു
ഞാൻ എന്തിനാ പഠിച്ചത്? എന്നെ വെറുതെ ഇരുത്തി അങ്ങനെ ഒന്ന് മുരടിച്ചു പോകാതിരിക്കാൻ വേണ്ടി താൻ നോക്കണം, താൻ അതിന് സമ്മതിക്കണം. ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നൂറ. പക്ഷേ വീട്ടുകാരെ മെഹ്റു പറഞ്ഞു മനസ്സിലാക്കണം. അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ നൂറ. എന്തിനാ ഇപ്പോഴേ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ടെൻഷനാവുന്നത്? പക്ഷേ എൻ്റെ കാര്യങ്ങൾ എനിക്ക് മെഹ്റുവിനോടല്ലാതെ വേറെ ആരോടാണ് പങ്കുവെക്കാനാവുക? ഇതൊക്കെ ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കണം. അല്ലെങ്കിൽ വിവാഹശേഷം താൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കരുതല്ലോ. താൻ പറഞ്ഞത് ശരിയാണ് നൂറ. പക്ഷേ എൻ്റെ വീടുകളിൽ നിന്നും ആരും പുറത്ത് ജോലിക്ക് പോകാറുമില്ല. അങ്ങനെ ആരും വിടാറില്ല. താനായി ജോലിക്ക് പുറത്തു പോകുമ്പോൾ എന്താവും പ്രതികരണം എന്നൊന്നും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടായാൽ മെഹ്റു അതവരെ പറഞ്ഞു മനസ്സിലാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നാണക്കേടാണ് മെഹ്റു. ഏത് കാലഘട്ടത്തിലാണ് നല്ലൊരു സഖാവിൻ്റെ കുടുംബം എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്? പെണ്ണൊരുത്തി ജോലിക്ക് പോയാൽ എന്താ സംഭവിക്കുക? എടോ, അങ്ങനെ നിന്നെ ജോലിക്ക് വിടില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. ആരും ഇതുവരെ പോയി കണ്ടിട്ടില്ല എന്നാണ്. നീ ആ വിഷയം കളയി. 6 മണിക്ക് ഞാൻ ബസ് സ്റ്റാൻഡിലുണ്ടാവും. ഡയറക്റ്റ് ബസ്സിന് പോവാം അല്ലേ മെഹ്റു? ശരി നൂറ. മെഹ്റുവിൻ്റെ ഫോൺ വെച്ചപ്പോൾ മനസ്സിൽ 100,000 ചോദ്യങ്ങളായിരുന്നു. തൻ്റെ ചുറ്റും വല്ലാതെ കലങ്ങി ഒഴുകി മറിയുന്നത് പോലെ. ഒരു വലിയ പ്രശ്നമാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന പോലെ. ശരിക്കും നൂറയുമായുള്ള തല്ലുപിടുത്തം എങ്ങോട്ടാണ് പോകുന്നത്? വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ വന്ന് അവൾക്കായി കാത്തിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പുറകിലൂടെ വന്ന് തോണ്ടിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. തനിക്ക് എന്നെ മനസ്സിലായി നൂറ, ഞാൻ ഇവിടെയാണ് ഇരുന്നതെന്ന്? അടിപൊളി, നല്ല ചോദ്യം. എൻ്റെ ആളെ എനിക്കറിയില്ലേ? രണ്ടുപേരും ഒരുമിച്ച് ബസ്സിൽ കയറിയിരുന്നു. എടാ നൂറ, എന്താണ് പക്ഷേ? എന്താ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ? എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ താൻ എൻ്റേതാവുകയാണെന്ന്. അതെന്താ മെഹ്റു? ചില സ്വപ്നങ്ങളില്ലേ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതുപോലെ? അതുപോലെയുള്ള സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു നീ. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചേർന്നിരിക്കുന്നു. എനിക്ക് തീരെ വിശ്വസിക്കാൻ എന്തോ ഒരിത്. നൂറ ചുറ്റും നോക്കി ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. അവൻ അവളിലേക്ക് അടുത്തു. അവൻ്റെ ചുണ്ടുകളിലേക്ക് അമർത്തിയൊരു ചുംബനം. ഇപ്പോൾ നിനക്ക് വിശ്വാസമായോ ചക്ക? ആയി, ശരിക്കും വിശ്വാസമായി. നീ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം തനിച്ചാണ് എന്ന് തോന്നിയിട്ടുണ്ടോ മെഹ്റു? നിന്റെ ഗന്ധവും പേറി എന്നിലേക്കെത്തുന്ന ഈ കാറ്റ് നിലയ്ക്കാത്തിടത്തോളം കാലം, ഈ ജീവിതകാലം ഞാൻ തനിച്ചാകുന്നത് എങ്ങനെയാണ് പെണ്ണെ? ശരിക്കും മെഹ്റു, നീ എന്നെ ചേർത്ത് പിടിക്കും പോലെ എൻ്റെ ഇഷ്ടങ്ങളെയും ചേർത്ത് പിടിക്കില്ലേ? നിന്റെ ഇഷ്ടങ്ങളെ ചേർത്ത് പിടിച്ചാൽ അതിനർത്ഥം നിന്റെ ഇഷ്ടങ്ങളെയും നിന്നെയും ചേർത്ത് പിടിക്കുന്നു എന്നല്ലേ? എടി, എന്നോടൊന്ന് ചേർന്നിരിക്കുമോ? അവനോട് ചേർന്നിരുന്നു. അവളുടെ ചുവന്ന ഷാളുകൊണ്ട് അവനെ പൊതിഞ്ഞു പിടിച്ചു. തണുത്ത കാറ്റ് അവരുടെ മുഖം തഴുകി തലോടി കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത പാട്ടിൽ നൂറയുടെയും മെഹ്റുവിൻ്റെയും പ്രണയസല്ലാപങ്ങളും വളരെ നാടകീയമായ രംഗങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അറിയിക്കാൻ മറക്കരുതേ.